തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. സ്വന്തമായൊരു പാർട്ടി രൂപീകരിച്ച് കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ അദ്ദേഹത്തിനെ അഭിനന്ദിച്ച് പ്രമുഖരെല്ലാം എത്തിയിരുന്നു. മാതാപിതാക്കളടക്കം നിരവധി പേരായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത്. അമ്മയ്ക്കൊപ്പമായി തൃഷയും എത്തിയിരുന്നു. വിജയുടെ അമ്മയുടെ അടുത്തേക്കായിരുന്നു ആദ്യം തൃഷ പോയത്. സന്തോഷത്തോടെ തൃഷയെ കെട്ടിപ്പിടിക്കുകയായിരുന്നു ലത. ചടങ്ങിലുടനീളം നിറഞ്ഞുനിന്ന തൃഷയെക്കുറിച്ച് വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നത്. നിരവധി പേരാണ് നടിയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയത്. അതീവ സന്തോഷത്തോടെയായിരുന്നു തൃഷ എല്ലാവരോടും ഇടപഴകിയത്. വിജയുടെ ഭാര്യയുടെയും മക്കളുടെയും അസാന്നിധ്യവും ചർച്ചയായിരുന്നു. വിജയ് അണ്ണൻ തമിഴ്നാട്ടു ദ്രാവിഡ ബെൽറ്റടിച്ചു സുക്കുനൂറാക്കി മുഖ്യമന്ത്രി കസേരയിൽ വന്നിരുന്ന സിനിമ ഞാൻ നല്ലോണം ആസ്വദിക്കുന്നുണ്ട്. ബട്ട് അവന്റെ 2 കുട്ടികളെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന ഒരു സ്ത്രീയും ആ രക്തത്തിൽ ജനിച്ചു പ്രായപൂർത്തിയായ 2 കുട്ടികളുമില്ലാത്ത വേദിയിൽ ചിന്ന വീട് കയറി വന്ന് നടത്തുന്ന ഈ ഷോ കാണുമ്പോൾ മൈ ഹാർട്ട് ബ്ലീഡ്സ് ഫോർ സം ഗീത. ഒരു ജീവിതം തുടങ്ങി ഭർത്താവിന്റെ ഫെയിമിന് കോട്ടം തട്ടാതെ കുഞ്ഞുങ്ങളെ വളർത്തി കുടുംബം കെട്ടിപ്പടുത്തിക്കൊണ്ടുവന്ന ഒരു സ്ത്രീക്ക് അയാളുടെ വിജയത്തിന്റെ ഉച്ചഘട്ടത്തിൽ ഒരു സാക്ഷി പോലും അല്ലാതായി പോകുക, മറ്റൊരു സ്ത്രീ ഒരു തരി ഉളുപ്പില്ലാതെ ആ സ്ഥാനം അലങ്കരിക്കുക എന്നത് പൊളിറ്റിക്കലി സന്തോഷം, പേഴ്സണലി സങ്കടം എന്നുമായിരുന്നു നിഷ കുറിച്ചത്. സ്വന്തം മകനില്ല, മകളില്ല, ഭാര്യയില്ല, എന്നിട്ട് മുന്നിൽ കൊണ്ട് നിർത്തിയേക്കുന്നത് മകനും ഭാര്യയും തന്നെ അവഗണിക്കാനും ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ കാരണക്കാരിയായ തൃഷയെയും. എത്രയൊക്കെ റിയൽ ലൈഫ് മാസ് ഉണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞാലും ഇതൊരു നാണം കെട്ട പരിപാടി തന്നെയാണ്. തമിഴന്മാർക്ക് ഇതൊരു വിഷയമേ അല്ലെന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നുവെന്നായിരുന്നു വേറൊരാൾ കുറിച്ചത്. വിജയ് എവിടെ വരെ എത്തി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആദ്യ സിനിമയിൽ പുള്ളിക്കാരനെ കാണിക്കുമ്പോൾ അയാളുടെ കോലം കണ്ട് ഇവനൊക്കെ എന്ത് നടനാണ്, ഒരു നടനു വേണ്ട ഭംഗി പോലും ഇല്ലല്ലോ ഇവന് എന്ന് കളിയാക്കിയ തമിഴ്നാട്ടിലെ ജനങ്ങളെ ഇന്നതെ ആളുകളുടെ വോട്ടുകൾ നേടി മുഖ്യമന്ത്രിയായി ഭരിക്കാൻ പോകുന്നു. ഇതിലും വലിയ ഒരു മാസ് ഇന്ത്യയിൽ ഏതെങ്കിലും നടൻ കാണിച്ചിട്ടുണ്ടോ എന്നറിയില്ല. റിയൽ സൂപ്പർ സ്റ്റാർഡം എന്താണ് എന്നാണ് വിജയ് ഇതിലൂടെ തെളിക്കുന്നത്. അയാൾ എന്തായാലും പണത്തിനു വേണ്ടി അല്ലെന്ന് ഉറപ്പാണ്. ഒരു പടത്തിന് 100-200 കോടി വാങ്ങുന്നവന് എന്തിന് രാഷ്ട്രീയം ഇത് തന്നെയായിരിക്കും. അവിടത്തെ ജനങ്ങളും കരുതി കാണാം. തമിഴ്നാട് എങ്ങനെ വിജയ് ഭരിക്കും എന്നുള്ള കുറിപ്പും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്.